അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. രാത്രിയിലുണ്ടാകുന്ന അമിതമായ വിശപ്പ് തടയാനും തടി കൂടുമെന്ന് പേടിച്ച് അത്താഴം ഒഴിവാക്കുന്നവർക്കും അതുപോലെ തന്നെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് തടയാനും കൂടുതൽ കലോറി പേടിക്കാതെ വയറ് നിറയെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ അത്താഴമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് റാഗി മുളപ്പിച്ച് ഉണക്കി പൊടിച്ചിട്ടുള്ള റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കുറുക്ക് കാച്ചുന്ന റാഗി പൗഡർ ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇത് പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. റാഗിയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ കൂടുതൽ സമയം നമുക്ക് വിശപ്പില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ അമിത ഭക്ഷണം ഒഴിവാക്കി ശരീരഭാരമൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് റാഗി. എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന എല്ല് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിക്കിട്ടുന്നതിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടാതെ ക്രമമായിട്ട് നിലനിർത്താൻ സഹായിക്കും. അതുപോലെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഒന്നാണ് ഈ റാഗി. ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും മലബന്ധം മാറുന്നതിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ റാഗി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇത്രയും വേണ്ട നമുക്ക് റാഗി പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം. ഇത് കുറുകി വരും നമ്മൾ വെള്ളത്തിൽ ചേർക്കുമ്പോൾ. 2-3 ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വലിയ ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി മിക്സ് ചെയ്ത് വെക്കാം. കട്ടകളില്ലാതെ കലക്കി മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ആ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഹെൽത്തി ആയിട്ടുള്ള ഈ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ആദ്യം കുറച്ച് സമയം ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് വേണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്. ഒരു ക്യാരറ്റിന്റെ പകുതി മാത്രം മതി. ഒരു 1/4 കപ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി പ്രതിരോധശേഷി കൂട്ടാനും ഒക്കെ ക്യാരറ്റ് ഒരുപാട് നല്ലതാണ്. ചെറിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം. പിന്നെ രണ്ടാമത് എടുത്തിട്ടുള്ളത് ബീൻസ് ആണ്. ഈ ഒരു ബീൻസ് ഉണ്ടല്ലോ, ഇതിന്റെ 2 അറ്റവും കട്ട് ചെയ്തതിനു ശേഷം ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ ബീൻസും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാൻ ഒരുപാട് നല്ലതാണ്. ചർമ്മം നന്നായിട്ട് തിളങ്ങാനും ഒക്കെ നല്ലതാണ് ബീൻസ് കഴിക്കുന്നത്. ബീൻസും ഞാനിപ്പോൾ ഒരു 4 എണ്ണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അടുത്തതായിട്ട് വേണ്ടത് വെള്ളരിക്ക. ഈ ഒരു പച്ച കളറിലുള്ള വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. വെള്ളരിക്ക ശരീരത്തിലെ ജലാംശം നിലനിർത്താനും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് വെള്ളരിക്ക. അടുത്തതായിട്ട് ഫ്രോസൺ ഗ്രീൻ ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ലേ. 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് ദഹനത്തിനൊക്കെ നല്ലതാണ്. ഈ ഫ്രോസൺ ഗ്രീൻ ബീൻസ്, പച്ചപ്പട്ടാണി, വിറ്റാമിനുകളും നാരുകളും ഒക്കെ ഒരുപാട് ഉള്ളതാണ്. അതുപോലെ തന്നെ നല്ല ഊർജം കിട്ടുന്നതിനൊക്കെ പച്ചപ്പട്ടാണി കഴിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് മത്തനാണ്. മത്തൻ എന്ന് പറഞ്ഞാൽ പീയണിക്ക. മത്തനിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും നാരുകളും പ്രമേഹവും ഒക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ കാഴ്ചശക്തി കൂട്ടാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ചർമ്മത്തിന്റെയും ഹൃദയത്തിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ ഒരുപാട് നല്ലതാണ് മത്തൻ. അത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. എല്ലാം ഒരു 1/4 കപ്പ് വീതം എടുത്തിട്ടുള്ളൂ. ഒരുപാടൊന്നും വേണ്ട. ആദ്യം തന്നെ ഇതിനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ സൂപ്പൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റും ഹെൽത്തിനും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആവണം. വളരെ കുറച്ച് ബട്ടർ എടുത്താൽ മതി. ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സിനമൺ സ്റ്റിക്കിന്റെ ഒരു ചെറിയൊരു കഷ്ണമാണ്. പട്ടയാണ്, കറുകപ്പട്ടയാണ് എടുത്തിട്ടുള്ളത്. എണ്ണമൊക്കെ കുറയ്ക്കുന്നതിനും നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്കൊക്കെ. ചെറുതായിട്ടൊന്ന് പട്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. പട്ടയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളികൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തത് ദഹനം എളുപ്പമാക്കാനും അതുപോലെ തന്നെ വയറ്റിലെ അസ്വസ്ഥതകളൊക്കെ മാറി കിട്ടാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി കൊളസ്ട്രോള്
കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ വെളുത്തുള്ളി നല്ലതാണ്. ഇളക്കി കൊടുത്ത് ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറി കിട്ടുന്ന സമയത്ത് നമ്മളിതിലേക്ക് സവാളയാണ് ചേർക്കുന്നത്. ഒരു സവാളയുടെ പകുതി സവാള എടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഒരു സവാള എടുക്കുക, പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ചേർക്കാം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് ഈ സവാള. അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ കുറച്ചധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഒക്കെ വെളുത്തുള്ളിയൊക്കെ നല്ലതാണ്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പൊ സവാള ഒരുപാടൊന്നും വയന്ന് വരേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വയന്ന് വന്നാൽ മതി. ഇതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില 1 ടീസ്പൂൺ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില സാധനം നമ്മൾ കഴിക്കാറില്ല, കറികളിലൊക്കെ കിടക്കുമ്പോൾ എടുത്ത് കളയാറാണ് പതിവ്. ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് കറിവേപ്പില. അപ്പൊ കറിവേപ്പില കുറച്ചെങ്കിലും ഒരു നണ്ടെങ്കിലും ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. പ്രമേഹം നിയന്ത്രിച്ച് നിർത്താനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് കറിവേപ്പില കഴിക്കുന്നത്. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. നമ്മളാരും അങ്ങനെ കഴിക്കാറില്ല, കറിവേപ്പില എടുത്ത് കളയാറാണ് പതിവ്. അപ്പൊ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് വയന്ന് ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതി. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 വരെ എടുക്കാം. അപ്പൊ അധികം എരിവൊന്നും വേണ്ട. കുട്ടികൾക്കും കൂടി കഴിക്കാൻ പാകത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പൊ കുറച്ച് പച്ചമുളകിന്റെ ആവശ്യമുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 പച്ചമുളകിന്റെ പകുതി എടുത്താൽ മതിയാവും. പച്ചമുളക് എരിവിന് മാത്രമല്ല, കലോറി എരിച്ചു കളയുന്നതിനും ദഹനം കൂട്ടാനും ഒക്കെ നല്ലതാണ്. മുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർക്കാം, ബീൻസ് ചേർക്കാം, അതുപോലെ തന്നെ മത്തൻ, സാലഡ് വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് 1/4 കപ്പ് വീതം മതി. പിന്നെ നമ്മൾ പച്ചപ്പട്ടാണിയാണ് ചേർക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് പച്ചക്കറി വെന്ത് അതിന്റെ ഔഷധ ഗുണങ്ങളൊന്നും കളയരുത്. 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരുപാടിട്ട് വേവിക്കരുത്. പിന്നെ ഇതിലേക്ക് ഞാൻ സ്വീറ്റ് കോൺ ചേർക്കുന്നുണ്ട്. സ്വീറ്റ് കോൺ നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വേവിച്ചിട്ട് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക. സ്വീറ്റ് കോണൊക്കെ നല്ലതാണ് ആരോഗ്യത്തിന്. അപ്പൊ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ പച്ചക്കറിയുടെ ആ നിറങ്ങളൊന്നും മാറരുത്, അതുപോലെ അധികം വെന്ത് പോകാൻ വേണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സ്വീറ്റ് കോണാണ് ചേർത്ത് കൊടുക്കുന്നത്. വേവിച്ച സ്വീറ്റ് കോൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കുക. വേവിക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ പച്ചക്കറികൾ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാനിപ്പോ 1/4 കപ്പ് സ്വീറ്റ് കോൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുക്കറിലിട്ട് 1 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. സ്വീറ്റ് കോണ് സൂപ്പിന് നല്ലൊരു ടേസ്റ്റും കൊടുക്കും, ചെറിയൊരു മധുരമൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ധാരാളം നാരുകളും ആന്റി ഓക്സിഡന്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ദഹനം മെച്ചപ്പെടുത്താനും കണ്ണിന്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് സ്വീറ്റ് കോണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കത്തിന് 1/4 ഭാഗം ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ നല്ലതാണ്. പിന്നെ 1 തക്കാളിയുടെ പകുതി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി വേണ്ടാന്നുണ്ടെങ്കിൽ തക്കാളി ഒഴിവാക്കാം. തക്കാളി രക്തയോട്ടം കൂട്ടാനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ നല്ലതാണ് തക്കാളി. ഇത് ഇളക്കി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാം ഒരുപാട് വേവില്ലാത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കഴിവതും കുറച്ച് ഉപയോഗിക്കുക. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും, ആരോഗ്യത്തിനും നല്ലതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എരിവ് നൽകുന്നതോടൊപ്പം തന്നെ കഫക്കെട്ട് മാറാനും അതുപോലെ തന്നെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ നല്ലതാണ് ഈ കുരുമുളക്. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ മഞ്ഞൾപ്പൊടി നല്ലതാണ്. തിളച്ച് വരണം. ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപ്പ് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത എല്ലാ പച്ചക്കറികളിലും നാരുകളും പോഷകങ്ങളും കൂടി ചേരുമ്പോൾ
സൂപ്പിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരാതെ ക്രമമായിട്ട് നിലനിർത്താനൊക്കെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സൂപ്പാണിത്. ഇപ്പതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് തിളക്കണ്ട. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കറക്കി വെച്ച റാഗി ഒന്നുകൂടി ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം, ഇത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. അതിൽ കട്ട കെട്ടി പോകും. കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. കുറുകി വരണം. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഇത് കുടിക്കാൻ ശ്രമിക്കുക. രാത്രിയിൽ ഒരുപാട് നമ്മൾ ഭക്ഷണമൊക്കെ വലിച്ചു വാരി കഴിക്കാതെ ഇതുപോലെ ലൈറ്റ് ആയിട്ട് സൂപ്പ് കുടിക്കുന്നതാണ് ആരോഗ്യത്തിന് ഒരുപാട് നല്ലത്. അതുപോലെ തന്നെ ഇത് കഴിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടാതെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജവും ശക്തിയും നൽകാനും അതുവഴി നമ്മുടെ ശരീരത്തിൽ രാത്രിയിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും. ഇപ്പൊ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതിന്റെ ചൂട് ചെറിയൊരു ചൂടോടുകൂടി കുടിക്കുക. ചൂട് ഒരുപാട് മാറുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇത് കട്ടിയായി പോവും. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ലാസ്റ്റില് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. മല്ലിയില ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ നല്ലതാണ്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ചേർക്കേണ്ടത്. അവസാനമായിട്ട് നമ്മൾ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ സൂപ്പിന് നല്ലൊരു രുചിയും കിട്ടും, വിറ്റാമിൻ സിയും കിട്ടും. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അയൺ അടങ്ങിയതാണ് ഈ സൂപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് 2 മണിക്കൂർ മുമ്പായിട്ടെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. നല്ല രുചിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഓരോ ദിവസം ഓരോ പച്ചക്കറികൾ മാറി മാറി ചെയ്ത് ഇതുപോലെ സൂപ്പ് തയ്യാറാക്കി കുടിക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളിത് കുടിക്കാൻ ശ്രമിക്കുക. ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ജിമ്മിൽ പോകുന്നവരും ഒക്കെ ഇത് കഴിക്കുക. ഇത് അലർജി പ്രശ്നമുള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അപ്പം നല്ല ആ റാഗിയുടെ ഒരു ചൊവയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലൊരു സൂപ്പ് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്